നല്ലത് ചെയ്താൽ നന്നാകും, നന്മകൾ എന്നും ഉണ്ടാകും. നല്ലത് ചെയ്താൽ നന്നാകും, നന്മകൾ എന്നും ഉണ്ടാകും. നൽവഴി എന്നും നടക്കേണം, നല്ലത് മാത്രം ചെയ്യണം. നൽവഴി എന്നും നടന്നിടാം, നല്ലൊരു പാഠം ചൊല്ലിടാം. ജീസസ് കിഡ്സ്, ജീസസ് കിഡ്സ്. സൗഹൃദവും സാഹോദര്യവും ഇഴചേരുന്ന ജീസസ് കിഡ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. കാനനവീഥിയിലൂടെ ജീവിതാനുഭവങ്ങളുടെ രസച്ചാർത്തുമായി ഇതാ ഒരു സംഘം കാട്ടിലെ കൂട്ടുകാർ. ഹലോ, എല്ലാവരും ഉണ്ടല്ലോ, സുഖം തന്നെയല്ലേ? ഞങ്ങളിപ്പോ സാറിന്റെ കാര്യം പറഞ്ഞതേ ഉള്ളൂ. എന്താ വിശേഷം? അത് പിന്നെ സാറേ, ഞങ്ങള് ബോറടിച്ചിരിക്കുക. സാറ് പറഞ്ഞതുകൊണ്ടാ ഞങ്ങള് വായിക്കാനൊക്കെ തുടങ്ങിയത്. മനസ്സിലായി. ഫോണിൽ കളിക്കുന്ന സുഖം വായനയിൽ കിട്ടുന്നില്ലല്ലേ? അതെ സാറേ. അങ്ങനെയല്ല സാറേ, സാറ് പറയുന്ന കഥയുടെ ഒരു സുഖമുണ്ടല്ലോ, അത് വായിക്കുമ്പോ ഞങ്ങൾക്ക് കിട്ടുന്നില്ലെന്ന് തീരെ. അപ്പോൾ അതാണ് കാര്യം. സാറേ, കൊറേ നേരമായി വായിച്ചു തുടങ്ങിയിട്ട് മടുത്തു സാറേ. ഞാൻ ബാങ്കിൽ നിന്നും വരുന്ന വഴിയാ, നടന്ന് മടുത്ത് കുറച്ച് വിശ്രമിക്കാമെന്ന് വിചാരിച്ചാ ഇവിടെ കയറിയത്. അതെന്തായാലും നന്നായി, ഞങ്ങൾക്കൊരു കഥ കേൾക്കാമല്ലോ. ഓ ശരി, എന്തായാലും ബോറടി മാറ്റാൻ ഞാനൊരു കഥ പറയാം. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പുള്ളൊരു കഥയാ. പങ്കലങ്കാട്ടിൽ വളരെ കാലങ്ങൾക്ക് മുമ്പ് അധികം യന്ത്രങ്ങളും ഉപകരണങ്ങളും എത്താത്ത കാലത്ത് നടന്ന ഒരു കഥ. അപ്പോ ഒരുപാട് പഴക്കമുണ്ട് കഥക്കല്ലേ? അത് സാറ് നേരത്തെ പറഞ്ഞതല്ലേ? വളരെ സന്തോഷത്തോടെ ജീവിച്ച പങ്കലങ്കാട്ടിലേക്ക് ഗംഭീർ എന്നൊരു കടുവ കടന്നു വരുന്നു. ഓഹോ, അപ്പോ ടോട്ടലി ഹൊറർ ആയിരിക്കും അല്ലേ സാർ? കപിലേ, സാറൊന്ന് പറയട്ടെ. അതിബുദ്ധിമാനായ തട്ടിപ്പുകാരനായിരുന്നു ഗംഭീർ. കയ്യിൽ ഒരു മാന്ത്രിക കണ്ണാടിയുമായിട്ടാണ് ഗംഭീർ വന്നത്. മാന്ത്രിക കണ്ണാടിയോ? അതെന്ത് കണ്ണാടിയാ? ഒരു മാന്ത്രികതയുമില്ലെന്നേ. സംഭവം കണ്ണാടി കണ്ടിട്ടില്ലാത്ത ആ കാട്ടിലെ പാവങ്ങൾ വഞ്ചിക്കപ്പെട്ടു, അത്ര തന്നെ. അങ്ങനെ ആ കണ്ണാടി ഉപയോഗിച്ച് ഗംഭീർ ആ കാട്ടിലൊന്ന് വിലസി. ഈ കാട്ടിലിതുവരെ ആരും കണ്ണാടി കണ്ടിട്ടില്ലല്ലോ, അതുകൊണ്ട് തന്നെ ഇത് ഉപയോഗിച്ച് ഞാൻ ഇവിടെ ഒരു വെലസുലോ. എന്നെ തന്നെ കാണുന്നു, എന്റെ മുഖം ഇത്ര വൃത്തികെട്ട മുഖമാണോ? ഇനി വേണം കണ്ണാടി കാണാത്ത ഈ നാട്ടിലെ പാവങ്ങളെ പേടിച്ചുറപ്പിച്ച് ജീവിക്കാൻ. ഓർക്കാൻ പറ്റുന്ന സുഖം. എന്നിട്ട് ഗംഭീർ കാട്ടിലുള്ളവരെ ഉപദ്രവിച്ചത് എങ്ങനെയാ സാറേ? സിമ്പിളല്ലേ, കണ്ണാടിയിൽ പടം കാണിച്ച് കടം തട്ടിക്കാണും. അതൊന്നുമല്ല സംഭവിച്ചത്. അതിബുദ്ധിമാനായ ഗംഭീർ ആ പാവങ്ങളെ ചൂഷണം ചെയ്ത് ശരീരമനങ്ങാതെ ജീവിക്കാൻ തുടങ്ങി. അതെങ്ങനെ സാർ? അതല്ലേ സാർ പറയാൻ പോകുന്നത്. അങ്ങനെ ഗംഭീർ പണി ആരംഭിച്ചു.
ആമസോൺ യൂണിവേഴ്സിറ്റിയിൽ എന്റെ മോനെ നാളെ മുതൽ എക്സാം തുടങ്ങിയ അവൻ വന്ന് ഇവിടെ നാടിന് അഭിമാനം ഉണ്ടാക്കണ്ട. ആരോ വരുന്നുണ്ടല്ലോ. ശ്രദ്ധയാണല്ലോ, ആരും മനസ്സിലായില്ലല്ലോ. ഇവിടെ പുതിയതാണ്. ഞങ്ങൾ ഇതിനു മുമ്പ് ഇവിടെ കണ്ടിട്ടില്ല, അതുകൊണ്ട് ഈ കയ്യില് ഓ ഇതൊരു മാന്ത്രിക പെട്ടിയാണ് കേട്ടോ. മാന്ത്രിക പെട്ടിയോ? അതെന്താ? അതേന്ന് ഇതിൽ നോക്കുന്നവരെന്റെ അടിമയായിട്ട് മാറും. അടിമയോ? നോക്കട്ടെ നോക്കട്ടെ നോക്കട്ടെ. എന്റെ അമ്മേ. കണ്ടോ 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 കണ്ടോ. ഇപ്പൊ നിങ്ങളൊക്കെ ഉണ്ടല്ലേ, ഞാൻ ഈ പെട്ടിയിൽ അടിമകളാക്കി കഴിഞ്ഞിട്ടാ. ഈ പെട്ടില് കണ്ട രൂപങ്ങളൊക്കെ അത് ഞാൻ ഇതിനു മുൻപ് അടിമകളാക്കി വെച്ചിട്ടുള്ളവരാ. കണ്ണാടിയില് നോക്കിയിട്ടുള്ളവരൊക്കെ ഉണ്ടല്ലേ, ഇനി എന്റെ എല്ലാ കാര്യങ്ങളും നല്ലോണം നോക്കണം. ഇല്ലെങ്കിൽ നിങ്ങളുടെ ആയുസ് കുറഞ്ഞ് നിങ്ങൾ മരിച്ചു പോവും. പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ, മറക്കണ്ട. നല്ല ഫുഡ്, നല്ല താമസം, തൽക്കാലം മതി, ബാക്കി പിന്നെ പറയാം കേട്ടാ. അല്ല സാറേ, അവരെ തന്നെയല്ലേ അവർ കണ്ണാടിയിൽ കൂടി കണ്ടത്. അതെ, അവരുടെ പ്രതിബിംബം തന്നെ. പക്ഷേ പാവങ്ങൾക്കറിയില്ലല്ലോ ഗംഭീറിന്റെ കയ്യിലിരിക്കുന്നത് കണ്ണാടിയാണെന്ന്. അത് ശരിയാ. ഗംഭീർ പറഞ്ഞതുപോലെ ഇതിനു മുൻപേ ഗംഭീറിന്റെ വലയിൽ അകപ്പെട്ടവരാണ് ആ പെട്ടിക്കുള്ളിലെന്ന് അവർ വിശ്വസിച്ചു. ഓ ഫൂളിഷ് മണ്ടന്മാർ. ഓ, വല്ലാത്ത ചതിയായിപ്പോയി. അങ്ങനെ അവർ ഗംഭീറിന്റെ വലയിലായി. പാവങ്ങളെ ഗംഭീർ ശരിക്കും മുതലെടുത്തു. ദൈവമേ, ഏത് നേരത്താണ് ഈ ഗംഭീറിന്റെ കണ്ടുമുട്ടിയത്? പണിയെടുത്ത് കിട്ടുന്ന കാശോട് ഇനിയിപ്പോ ഗംഭീറിന്റെ കാര്യം കൂടി നോക്കണമെന്ന് വെച്ചാൽ എന്താ ചെയ്യാ? കണ്ട തന്നെ ഗംഭീറിനെ കാണാനും പോക്കായിരിക്കുമല്ലേ? അതേന്ന്, ഇത് വല്ലാത്ത പുലിവാലായി പോയി. ആയുസ് കുറഞ്ഞ് ഞാൻ മരിച്ച വീട്ടിലെ കാര്യം ആരും നോക്കുമെന്ന് ഓർത്താ ഞാൻ ഈ പങ്കപ്പാട് കഴിക്കുന്നത്. പഠിത്തം കഴിയാറായില്ലേ? എന്നും പവൻ വരും കാട്ടിലേക്ക്. അടുത്തന്നെ വരൂന്നേ. അത് നന്നായി. കുറച്ച് അറിവ് വിവരമുള്ള പപ്പീസൊന്നും എന്തെങ്കിലും വഴി പണ്ടെത്താമായിരുന്നു. എന്തെങ്കിലും വഴി കാണിച്ചിരുന്നു തീർച്ചയായിട്ടും അതുവരെ സഹിക്കന്നെ. അവന്റെ തീറ്റ കൊടുക്കണ്ട. അപ്പോ ഗംഭീർ ലാവിഷായി ലക്ഷറി ലൈഫിൽ ജീവിക്കുകയാണല്ലേ? അല്ല സാറേ, പപ്പീസ് ഈ പുറത്തെവിടെയാ? പപ്പീസ് ആ കാട്ടിൽ നിന്നും പുറത്ത് പഠിക്കാൻ പോയതാ, ആമസോൺ യൂണിവേഴ്സിറ്റിയിൽ. ഇനിയിപ്പോ പപ്പീസ് വന്നിട്ട് എന്താ കാര്യം? എന്തെങ്കിലും വഴി പപ്പീസ് കണ്ടെത്തുമെന്നേ, അതുറപ്പല്ലേ? പപ്പീസ് വന്നതോടുകൂടി ആ കാടിന്റെ ശാപമായിരുന്ന ഗംഭീറിന്റെ തട്ടിപ്പൊക്കെ പറന്നു. ഗംഭീറിന്റെ തട്ടിപ്പ് പപ്പീസ് കയ്യോടെ പൊക്കി. അതെങ്ങനെയാ സാറേ? പറയാം, കേട്ടോളൂ. എന്നിട്ട് പറയൂ പപ്പീസ് വിശേഷം. അവിടെ കാര്യങ്ങളൊക്കെ എങ്ങനെ പോകുന്നു? ഓ, സുഖമായിരുന്നു ചേട്ടാ. ഇനിയിപ്പം പുഴം തിരിച്ചു പോട്ടെ. അത് നന്നായി. മാന്ത്രിക പെട്ടിയല്ലേ? എന്താ പപ്പീസ് ഗംഭീറിന്റെ കയ്യിലെ മാന്ത്രിക പെട്ടി എങ്ങനെ പപ്പീസിന്റെ ബാഗിൽ വന്നു? എന്ത് മാന്ത്രിക പെട്ടിയാ? അതെ അതെ അതെ. നിങ്ങൾ എന്തൊക്കെയാ പറയുന്നത്? ഇത് മാന്ത്രിക പെട്ടിയോ? അത് കണ്ണാടിയാ പപ്പ, നമ്മുടെ മുഖം നോക്കുന്ന കണ്ണാടി. അത് അങ്ങനെ പറഞ്ഞ ഇതിപ്പോ ഇതിൽ കാണുന്നത് നമ്മുടെ തന്നെ രൂപം തന്നെ, നമ്മുടെ പ്രതിരൂപം. മനസ്സിലായില്ലേ? ഓഹോ, അപ്പൊ അതാണ് കാര്യം. നമ്മൾ പറ്റിക്കപ്പെട്ടു, വഞ്ചിക്കപ്പെട്ടു. എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. എന്താ കാര്യം? അതോ പറഞ്ഞു കൊടുക്ക്, പറഞ്ഞു കൊടുക്ക്. അതന്നെ പറഞ്ഞു കൊടുക്കും. ഞങ്ങളെ വിട്ടികളാക്കി മാറ്റി. അങ്ങനെ പപ്പീസ് ഗംഭീറിന്റെ തട്ടിപ്പ് പൊളിച്ചു, അല്ലേ സാറേ? അതെങ്ങനെ മോട്ടോർ മനസ്സിലായി? അത് പിന്നെ പപ്പീസ് വന്ന സ്ഥിതിക്ക് അതൊക്കെയല്ലേ സംഭവിക്കുക. അങ്ങനെ പപ്പീസിനെയും കൂട്ടി മറ്റുള്ളവർ ഗംഭീറിന്റെ വീട്ടിലേക്ക് പോയി. അവനവൻ കുഴിക്കുന്ന കുഴികളിൽ വീഴും കുല്ലുമ്മ. എല്ലാരും കൂടിയുള്ള വരണത്. പക്ഷെ എനിക്ക് വേണ്ടതൊന്നും കയ്യിലൊന്നും കാണുന്നില്ലല്ലോ. പണിപ്പാളിയാ.
ഇവിടെ പുതിയൊരു ഐറ്റം ഉണ്ടല്ലോ. ധാരാളമോ പുതിയ വണക്കം, വണക്കം. എന്താ അടിമയൊക്കെ വന്നതാണോ? ആ ഞാനാണ് പുതിയ മാന്ത്രികൻ. അടിമയാ? ശരി അടിമകൾക്ക് Yes. ദേ, ദാ, കണ്ടോ ദാ, ഇതാണ് മാന്ത്രിക പെട്ടി. ഈ മാന്ത്രിക പെട്ടി നോക്കിയതോടെ നീ ഇവന്റെ അടിമയായി തീർന്നു. ഞാൻ തന്നെ ഇതിന്ന് എങ്ങനെ രക്ഷപ്പെട്ടെന്ന് ആലോചിച്ച് നിൽക്കുമ്പോഴാ അയ്യോ എന്നൊന്നും ചെയ്യല്ലേ. എന്താ കപിലേ ഇത്? എന്തേ കാണിക്കുന്നേ? ഞാനേ ഒരു നിമിഷം ആ ഗംഭീറിനെ നിലത്തിട്ട് ചവിട്ടുന്നതായി ഓർത്തുന്നേ. അങ്ങനെ ഒരു കാടിനെ കുറച്ചു കാലം പറ്റിച്ച ഗംഭീർ ചമ്മന്തിയായി അല്ലേ സാറേ? അതെ, ഈ കഥയിലൊരു ഗുണപാഠമുണ്ട്. മറ്റുള്ളവരെ പറ്റിച്ച് അധികകാലം ആർക്കും ജീവിക്കാൻ സാധിക്കില്ല. മറ്റുള്ളവരെ വേദനിപ്പിച്ച് ഒരാൾക്കും ജീവിതം സുഖകരമാക്കാനും കഴിയില്ല. അത് ശരിയാ. ആ മക്കളെ, നിങ്ങൾക്ക് കഥ ഇഷ്ടപ്പെട്ടോ? വളരെ നല്ല കഥ. ആ ഇനി അടുത്ത കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നല്ലത് വരട്ടെ. എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. താങ്ക് യു സാർ. അനുഭവങ്ങളുടെ രസചാർത്തിന് ശേഷം വചനങ്ങളുടെ ആഴപ്പരപ്പ്. ടിങ്കോ ടിങ്കോ ലിറ്റിൽ സ്റ്റാർ. ഹായ് കൂട്ടുകാരെ. ഹായ് ടിങ്കു. ഹായ് അങ്കിൾ. ടിങ്കു, എന്താ അങ്കിൾ? എന്തൊക്കെയുണ്ട് വിശേഷങ്ങളൊക്കെ? ആ സുഖമായിരിക്കുന്നു അങ്കിൾ. ഓക്കെ, അപ്പോൾ നമ്മുടെ കൂട്ടുകാർക്കൊക്കെ സുഖമാണോ എന്ന് നീ ചോദിച്ചോ? അവർക്കെല്ലാം സുഖം. അങ്ങനെ നീ ചാടി കയറി പറയുന്നേ? എനിക്കറിയാം ആണോ? അങ്കിൾ. ആ ഞങ്ങൾക്ക് ഇന്ന് ആ. ഒരു പുതിയ ടീച്ചർ വന്നു. ഓ, ഒരു പുതിയ ടീച്ചർ വന്നിട്ടുണ്ടോ? ഓക്കെ, ഏത് വിഷയത്തിനാണ് ആ ടീച്ചർ വന്നിരിക്കുന്നത്? കണക്ക് പഠിക്കും. ഓ, കണക്ക് പഠിപ്പിക്കാനായിട്ടാണല്ലേ? ഓക്കെ. അങ്കിൾ, ആ എനിക്ക് കണക്ക് പാടാം. ഓ, കണക്ക് വിഷമമാണ് ടിങ്കുവിന്. ഓക്കെ, ടീച്ചർ എങ്ങനെയുണ്ട്? നല്ല ടീച്ചറാണ്. നല്ല ടീച്ചറാണെന്നാണ് പറയുന്നത്. ഓക്കെ, ആരാ നിന്നോട് ഇത് പറഞ്ഞേ? ചില കൂട്ടുകാർ എന്നെ പറഞ്ഞു കേട്ടു. എന്ത്? ആ ടീച്ചർ ആ അടിക്കും. ഓ, ആ ടീച്ചർ തല്ലുന്ന ടീച്ചറാണോ? ആ അടിക്കും. ഓ, അത് ശരി. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ടിങ്കുവിന് പേടിയുണ്ടോ? പേടിയുണ്ട്. ഓ, അത് ശരി. അപ്പം വെറുതെ ടീച്ചർമാർ തല്ലുവോ? ആ എനിക്കറിയില്ല. വെറുതെ ആരും തല്ലില്ല. ടീച്ചർമാർ എന്തെങ്കിലും ശിക്ഷിക്കണമെങ്കിൽ അനുസരണക്കേട് കാണിക്കുമ്പോൾ മാത്രമാണ് ശിക്ഷിക്കുക. അനുസരണക്കേട് കാണിക്കുന്ന കൂട്ടുകാരെ ആർക്കും ഇഷ്ടമല്ല. ഈ അങ്കിളിനും ഒട്ടും ഇഷ്ടമല്ല. കൂട്ടുകാരെ, നിങ്ങളുടെ മാതാപിതാക്കൾക്ക് അങ്ങനെ ചെയ്യുന്ന കൂട്ടുകാരെ ഇഷ്ടമാണോ? ആണോ? അല്ല അല്ല, ആർക്കും ഇഷ്ടമല്ല. ആ, അപ്പോൾ അനുസരണക്കേട് കാണിച്ചാൽ മാത്രമല്ലേ അടി കിട്ടുകയുള്ളൂ. അതെ. അപ്പോൾ അനുസരണക്കേടില്ലാതെ ടീച്ചർ പറയുന്നതൊക്കെ അനുസരിച്ചാൽ ടീച്ചർക്ക് ഇഷ്ടമുള്ള കുട്ടികളായിട്ട് തീരാനായിട്ട് സാധിക്കും, അല്ലേ? ആ അങ്ങനെ കേട്ടോ അങ്ങളെ. ഓക്കെ, അനുസരണക്കേട് കാണിച്ച ഒരാളുടെ കഥ അങ്ങോട്ടൊന്ന് പറഞ്ഞു തരട്ടെ. ആരുടെ കഥ അങ്കിൾ? ഒരു പ്രവാചകനാണ്. ഒരിക്കൽ ദൈവം ഒരു സ്ഥലത്തെ നോക്കി. നിനവെ എന്നാണ് ആ സ്ഥലത്തിൻ്റെ പേര്. അവിടെയുള്ള ആളുകളെല്ലാം ദൈവത്തിന് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളൊക്കെ ചെയ്താണ് ജീവിച്ചത്. അപ്പോൾ ദൈവം വിചാരിച്ചു ഈ നിനവയെ നശിപ്പിക്കുവാനായിട്ട് ആഗ്രഹിച്ചു. 40 ദിവസത്തിനകം നിനവയെ നശിപ്പിക്കും. തൻ്റെ പ്രവാചകനായിരിക്കുന്ന യോനയെ ദൈവം ഈ വിവരം അറിയിച്ചു. യോനയോട് പറഞ്ഞു, നീ നിനവയിൽ പോണം. എന്നിട്ട് 40 ദിവസത്തിനകം ദൈവം നിനവെ പട്ടണം നശിപ്പിക്കും. അതിനു മുമ്പ് മാനസാന്തരപ്പെടണമെന്ന് നിനവക്കാരോട് പ്രസംഗിക്കുവാനായിട്ട് യോനയോട് പറഞ്ഞു. ഞാൻ എന്താ ചെയ്ത അങ്കിൾ? ഈ യോന പ്രവാചകനുണ്ടല്ലോ, അവിടെയുള്ള ആളുകളെക്കുറിച്ചൊക്കെ നന്നായിട്ട് അറിയാം. അവിടെയുള്ള ആളുകൾ വളരെ ക്രൂരന്മാരായ ആളുകളാണ്, ഉപദ്രവിക്കുന്ന ആളുകളാണ്. അതുകൊണ്ട് പേടിച്ച് ഈ യോന പ്രവാചകൻ ദൈവത്തെ അനുസരിക്കാതെ തർസീസിലേക്ക് കപ്പൽ കയറി കടന്നുപോയി. പിന്നെ എന്താ ഉണ്ടായെന്നറിയാമോ? എന്താ അങ്കിൾ ഉണ്ടായേ? ദൈവത്തെ അനുസരിക്കേണ്ട പ്രവാചകൻ ദൈവത്തെ അനുസരിക്കാതെ മറ്റൊരു ദിശയിലേക്ക് പോയപ്പോൾ ഈ കപ്പൽ വലിയ ഒരു കാറ്റിൽ അകപ്പെട്ടു. ദൈവം വലിയ ചുഴലിക്കാറ്റ് കടലിൽ അടുപ്പിച്ചു.
ഈ കപ്പൽ മുങ്ങുവാൻ തുടങ്ങുകയാണ്. ആളുകളെല്ലാം അവരുടെ ദൈവത്തെ വിളിച്ചപേക്ഷിച്ചു, ദൈവമേ രക്ഷിക്കണേ രക്ഷിക്കണേ. ഈ സമയത്ത് ഈ യോന എന്താ ചെയ്തതെന്നറിയാമോ? എന്താ ഞങ്ങൾ ചെയ്തേ? യോന കപ്പലിൻ്റെ അടിത്തട്ടി പോയി സുഖമായിട്ട് കിടന്നുറങ്ങുക. അയ്യോ അങ്കിൾ, അതെങ്ങനെ ചെയ്തേ? അദ്ദേഹം ഇതൊന്നും അറിഞ്ഞില്ല. അദ്ദേഹം കിടന്നുറങ്ങി. ഉടനെ കപ്പലിലെ ആളുകൾ വന്ന് അദ്ദേഹത്തെ വിളിച്ചു. നിങ്ങളെന്താ ഉറങ്ങുന്നത്? ഞങ്ങളെല്ലാം ഞങ്ങളുടെ ദൈവത്തെ വിളിച്ചപേക്ഷിക്കുക, നിങ്ങളും നിങ്ങളുടെ ദൈവത്തെ വിളിച്ചപേക്ഷിക്കുക, ഈ കാറ്റിൽ നിന്നും രക്ഷപ്പെടുത്തുവാനായിട്ട് പറ. ഉടനെ യോന പറഞ്ഞു, നിങ്ങൾ പേടിക്കണ്ട, ഞാൻ ആരാന്നറിയാമോ? ഞാനൊരു എബ്രായനാണ്, ദൈവത്തിൻ്റെ പ്രവാചകനാണ്. ദൈവം പറഞ്ഞത് അനുസരിക്കാത്തത് കൊണ്ടാണ് ഈ കാര്യമുണ്ടായത്. നിങ്ങളൊരു കാര്യം ചെയ്യ്, കാറ്റ് ശമിക്കണമെങ്കിൽ എന്നെ എടുത്ത് ഈ കടലിലേക്ക് എറിയാനായിട്ട് പറഞ്ഞു. അങ്ങനെ അവർ ചെയ്തേ അങ്കിൾ? അവരാദ്യം മടിച്ചു. എന്നാൽ ഈ പ്രവാചകൻ അവരെ നിർബന്ധിച്ചപ്പോൾ അവർ ഈ പ്രവാചകനെ എടുത്ത് കടലിലേക്ക് വലിച്ചെറിഞ്ഞു. ഉടനെ എന്താ സംഭവിച്ചതെന്നറിയാമോ? എന്താ ഉണ്ടായത്? ഒരു വലിയ മത്സ്യം വന്ന് ഈ യോന പ്രവാചകനെ അങ്ങ് വിഴുങ്ങി. ഇപ്പോൾ യോന പ്രവാചകൻ എവിടെയാണ് കിടക്കുന്നത്? വലിയ മത്സ്യത്തിനുള്ളിൽ. ആ വലിയ മത്സ്യത്തിൻ്റെ ഉള്ളിലാണ് കിടക്കുന്നത്. അവിടെ കിടന്ന് അയ്യോ വല്ലാത്ത സ്മെല്ലൊക്കെ ഉണ്ടാവും അല്ലേ? അതെ അങ്കിൾ. ശരിക്കും ശ്വാസം എടുക്കാൻ പറ്റുമോ? ഇല്ല അങ്കിൾ. അവിടെ കിടന്ന് അദ്ദേഹം ദൈവത്തോട് പ്രാർത്ഥിച്ചു, ദൈവമേ എൻ്റെ തെറ്റുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്. അദ്ദേഹം അനുദപിക്കുവാനായിട്ട് തുടങ്ങി. 3 ദിവസം ഈ വലിയ മീനിൻ്റെ ഉള്ളിൽ യോനയ്ക്ക് കഴിയേണ്ടതായിട്ട് വന്നു. ഒടുവിലുണ്ടല്ലോ യോനയെ കടൽക്കരയിൽ കൊണ്ടുപോയി ഈ മീന് ഛർദ്ദിച്ചു. അവിടെ നിന്ന് യോന എഴുന്നേറ്റു, പോയി കുളിച്ച് നിനവ പട്ടണത്തിലേക്ക് ചെന്ന് ഈ ദൈവത്തിൻ്റെ ദൂത് 40 ദിവസത്തിനകം ഈ നിനവെ പട്ടണത്തെ നശിപ്പിക്കുമെന്നുള്ള വാർത്ത അറിയിച്ചു. ഇത് കേട്ടത് എന്താ ഉണ്ടായെങ്കിൽ? ഇത് കേട്ട ജനം ഉടനെ മാനസാന്തരപ്പെട്ടു. അവർ എട്ടുടുത്ത് ദൈവത്തോട് നിലവിളിക്കുവാനായിട്ട് തുടങ്ങി. അങ്ങനെ അവരുടെ അപേക്ഷ ദൈവം കേട്ടു. ഈ പ്രവാചകൻ പോയതുകൊണ്ട് അങ്ങനെ സംഭവിച്ചതല്ലേ? അതെ അങ്കിൾ. ഇതിനു മുമ്പ് പോകാമായിരുന്നു, പക്ഷെ പ്രവാചകൻ എന്ത് ചെയ്തു? അതുകൊണ്ട് ദൈവം ഒരു വലിയ ശിക്ഷ കൊടുത്തു. പക്ഷേ ആ ശിക്ഷയിലും ദൈവം തന്നെ കൊല്ലുവാനായിട്ടിടയായില്ല. തനിക്ക് ജീവൻ നൽകി. പിന്നെയും തന്നെ ആ ദൗത്യം ഏൽപ്പിച്ചു. അദ്ദേഹത്തെ തന്നെ ആ ദൗത്യം ഏൽപ്പിച്ചല്ലേ? പ്രിയ കൂട്ടുകാരെ, നമുക്കല്ല ഈ ഭൂമിയിൽ ചില ദൗത്യങ്ങളുണ്ട്, അത് നമ്മൾ തന്നെ ചെയ്യേണ്ടതാ. പക്ഷേ അനുസരണക്കേട് കാട്ടി ദൈവത്തിൽ നിന്ന് അകന്നു ജീവിക്കുമ്പോൾ ദൈവം നമ്മെയും ശിക്ഷിക്കും. ലോകത്തിലെ സകല മനുഷ്യരും പാപം ചെയ്ത് പാപത്തിൻ്റെ ശമ്പളമായിരിക്കുന്ന മരണശിക്ഷയ്ക്ക് യോഗ്യരായിരുന്നു. എന്നാൽ യോനയെ ദൈവം വിടുവിച്ചതുപോലെ നമ്മെ വിടുവിക്കുവാനായിട്ട് യേശു കർത്താവ് ഈ ഭൂമിയിൽ വന്നു. നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ചു, അടക്കപ്പെട്ടു, 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റ് ഇന്നും യേശു കർത്താവ് ജീവിക്കുന്നു. ആരെല്ലാം ഈ യേശുവിൽ വിശ്വസിക്കുന്നുവോ അവർക്കും ദൈവത്തിൻ്റെ പൈതങ്ങളായി തീരുവാൻ സാധിക്കും. ദൈവം ആഗ്രഹിക്കുന്നത് പോലെ ജീവിക്കുവാനായിട്ട് സാധിക്കും. ദൈവം അതിനായി സഹായിക്കട്ടെ. ഓക്കെ, ബൈ. ഇന്ന് കിട്ടിയ അനുഭവ ചിന്താ സമ്പത്ത് നിങ്ങൾക്ക് ഉപകാരമായോ? അഭിപ്രായങ്ങൾ എഴുതുക. കത്തുകൾ അയക്കേണ്ട വിലാസം: ഞങ്ങളുടെ വിലാസം: ദ പ്രൊഡ്യൂസർ, ജീസസ് കിഡ്സ്, ഷാലോം TV, പെരുവണ്ണാമൂഴി PO, കോഴിക്കോട്. പിൻകോഡ് 673528. ഇനി വിശ്രമവേള, പഠനവേള. പുതിയ കാഴ്ചകളുമായി കണ്ടുമുട്ടുന്നത് വരെ ബൈ.